ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ക്യൂട്ടീൻ്റെ പ്രോബ്ലം സെക്ഷനാണ്. ഞാൻ കഴിഞ്ഞൊരു സെക്ഷനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ഏതൊക്കെ ഏരിയ എന്നാണെന്നും അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. എല്ലാ ടൈപ്പും ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുക. പിന്നെ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളിതിനകത്ത് ടെസ്റ്റുകൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ മീൻ വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ, സെറ്റ് ടെസ്റ്റ്, കോൺഫിഡൻസ് ഇൻ്റർവെൽ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. മാക്സിമം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വീഡിയോസോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് തന്നെ ക്യൂട്ടീൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ ടെൻഷനുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും ക്യൂട്ടി. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചാൽ പാസ്സാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. തിയറിയും പ്രോബ്ലവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. ഈ ക്ലാസ് കഴിയുമ്പം എന്തായാലും നിങ്ങൾക്കൊരു പാസ്സാവാനുള്ള അല്ലെങ്കിൽ ഒരു അത്യാവശ്യം മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഒരു ഡാറ്റ തന്നിട്ട് കോൺഫിഡൻസ് ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഡിമാൻഡ് ഡ്യൂറിങ് ലോഡ് ടൈം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചുതരാം, നോക്കൂ. ഡിമാൻഡ് ഡ്യൂറിങ് ലീഡ് ടൈം, അതിൽ അത്യാവശ്യം കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട് 75 ആണെന്നും കോൺഫിഡൻസ് ഇൻ്റർവെല്ല് അല്ലെങ്കിൽ ലെവലാണ് തന്നിട്ടുള്ളത് 95%. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് ബാർ അഥവാ മീൻ പ്ലസ് ഓർ മൈനസ് സെറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ഇതാണ് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം, അതായത് മീൻ കണ്ടുപിടിക്കണം. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ എക്സ് ബൈ എൻ ആണ്. അതായത് തന്നിട്ടുള്ള എക്സ് വാല്യൂസിൻ്റെ സമ്മേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, അതായത് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ടോട്ടൽ ചെയ്താൽ കിട്ടുന്നത് 9254 ടോട്ടൽ 25 നമ്പേഴ്സാണുള്ളത്. സോ ഈ 9254 ഡിവൈഡഡ് ബൈ 25 ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് മീൻ എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ലെവൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 95% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ആണല്ലോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാ 75 ആണ്. അപ്പോൾ ആ 75 നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം 75 ഡിവൈഡഡ് ബൈ റൂട്ട് 25 ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കിട്ടി 15 ആണ് ആൻസർ വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് സെഡ് ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ നമുക്ക് എക്സ് ബാർ അറിയാം, സെഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് സ്റ്റാൻഡേർഡ് എററാണ്. ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് എററും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. കോൺഫിഡൻസ് ഇൻ്റർവെൽ ഇസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നത് 370.16 ആണ്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് എഴുതി. പിന്നെ നമുക്ക് വേണ്ടത് പ്ലസ് ഓർ മൈനസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ സെഡിൻ്റെ വാല്യൂ ആണ്. സെഡിൻ്റെ വാല്യൂ എപ്പോഴും, സെഡ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1.96 ആയിരിക്കും. നിങ്ങളത് ഓർത്ത് വെക്കുക. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. എല്ലാ സ്ഥലത്തും ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് തന്നെ ആയിരിക്കും വരിക. സോ 370.16 പ്ലസ് 1.96 ഇൻറ്റു 15 എവിടുന്നാണ് വന്നത് നിങ്ങൾക്കറിയാലോ. നമ്മൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിച്ചിട്ടുണ്ട് 15 ആണെന്ന്. 15 ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 എണ്ണം ഉണ്ടാവും നിങ്ങൾക്കറിയാം. കാരണം പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ ഒരു ചിഹ്നം പ്ലസ് കൊടുത്തിട്ടും ചെയ്യുക, ഒരു ചിഹ്നം മൈനസ് കൊടുത്തിട്ടും ചെയ്യുക. അപ്പം കിട്ടുന്ന 2 ആൻസറാണ് ഇത് രണ്ടും. ഇത് രണ്ടുമാണ് എന്ത്? നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലുകൾ.
ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം. നമുക്ക് കുറേ വാല്യൂസ് തരും. ഈ വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മീൻ കണ്ടുപിടിക്കുക. സിഗ്മ എക്സ് ബൈ എൻ തന്നിട്ടുള്ള എല്ലാ വാല്യൂവിനും കൂടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മീൻ കിട്ടും. മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ റൂട്ട് ഓഫ് എൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 75 എന്ന്. അത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് 25 ആണ്. കൗണ്ട് ചെയ്തൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ റൂട്ട് 25 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 15 ആണ്. പിന്നെ നമ്മളത് നേരിട്ട് നമ്മൾ ഇക്വേഷനിൽ തന്നിട്ടുള്ള എല്ലാ വാല്യൂസും കൂടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഈ രീതിയിലാണ് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് സാധാരണ 3 വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. 1-2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുമുണ്ട്. സോ നോക്കിയിട്ട് തന്നെ പോവുക, സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഒരു 3 വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം നോക്കി. ഇനി നമുക്ക് ടെസ്റ്റുകളാണ് നോക്കുന്നത്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ മീൻ ലൈഫ് ഓഫ് 100 ലൈറ്റ്സ് produced by a company is computed to be 1570 1570 hours with standard deviation of 120 hours. The company claimed that the average life of the lights produced by the company is 1600 hours. Using the level of significance of 0.05, is it claim, is it acceptable? അതായത് ഒരു കമ്പനീൻ്റെ മീൻ ലൈഫ് ഓഫ് 100 ലൈറ്റ് പ്രൊഡ്യൂസ്ഡ്, അതായത് 100 ലൈഫ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട മീൻ ലൈഫ് എന്ന് പറയുന്നത് 1570 ഹവേഴ്സ് ആണെന്ന് കമ്പനി പറയുന്നു. അതായത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 120 ഹവറും ആണെന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നു. കമ്പനി പറയുന്നത് ഈ ഒരു ഇത്രയും ലൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 1600 ഹവേഴ്സ് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05. ഇത് ആക്സെപ്റ്റബിൾ ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് എടുത്തെഴുതാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒന്ന് മീൻ തന്നിട്ടുണ്ട്. ഇതാ മീൻ ലൈഫ് ഓഫ് 100 ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കമ്പനി എന്ന് പറഞ്ഞിട്ട് 1570 തന്നിട്ടുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മീൻ എന്ന് പറഞ്ഞിട്ട് 1570 എഴുതുക. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 120 ഹവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോട്ട് ചെയ്യുക. പിന്നെ n കണ്ടുപിടിക്കണം, എത്ര നമ്പർ ആണെന്ന് നോക്കണം. n നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, ഇതാ 100 എന്ന് തന്നിട്ടുണ്ട്. കാരണം മീൻ ലൈഫ് ഓഫ് 100 ലൈറ്റ്സിൻ്റെ കാര്യമാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് 100 ആണ്. സോ നമ്മൾ n 100 എന്നും എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം, അതാണ് മ്യൂ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട സാധനത്തിനാണ് എപ്പോഴും നമ്മൾ മ്യൂ എന്ന് പറയുന്നത്. മ്യൂ എന്ന് പറയുന്നത് 1600 ഹവേഴ്സ് വേണോ വേണ്ടേ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ മ്യൂ ഇസ് ഈക്വൽ ടു 1600 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിൻ്റെ ഒരു സെൻറ്റൻസിങ്ങിൽ എഴുതും H0 ഇസ് ഈക്വൽ ടു മ്യൂ. അതായത് ഈ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം മ്യൂ ആണ്. മ്യൂ 1600 ആണോ അല്ലെങ്കിൽ മ്യൂ 1600 ആവൂല. മ്യൂ നോട്ട് ഇസ് ഈക്വൽ ടു 1600, മ്യൂ ഈക്വൽ ടു 1600. 2 ഹൈപ്പോത്തിസിസ് ആണുള്ളത്. H0 പറഞ്ഞാൽ മ്യൂ 1600 ആവും. H1 എന്ന് പറയുന്നത് മ്യൂ 1600 ആവില്ല. ഇത് രണ്ടുമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, മീൻ ഉണ്ട്, n ഉണ്ട്, മ്യൂ ഉണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെറ്റ് ടെസ്റ്റ് ആണോ H ടെസ്റ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ n-ൻ്റെ നമ്പർ വെച്ചിട്ടാണ്. n 30 കൂടുതലാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് സെറ്റ് ടെസ്റ്റ് ആണ്. 30 കുറവാകുമ്പോഴാണ് ബാക്കി ടെസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യുക. 30 കൂടുതലാകുമ്പം ചെയ്യേണ്ട ടെസ്റ്റ് ഒരു സംശയവും വേണ്ട, സെറ്റ് ടെസ്റ്റ് ആണ്. സെറ്റ് ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് z ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഓൾ ഡിവൈഡഡ് ബൈ s ആണ്. ഞാനിതിൽ എഴുതിയത് ഒരു കോയിഫിഷ്യൻ ഡിവൈഡഡ് ബൈ ആണ്. ഇങ്ങനെയാണ് വരുന്നത്, എക്സ് ബാർ മൈനസ് മ്യൂ ഓൾ ഡിവൈഡഡ് ബൈ s ആണ് വരുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഓൾ ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ, ഒരു വേരിയൻ്റ് അല്ല. നമുക്ക് മൊത്തത്തിലാണ് ഡിവിഷൻ വരുന്നത്. എക്സ് ബാർ മൈനസ് മ്യൂ ഓൾ ഡിവൈഡഡ് ബൈ s ആണ് വരുന്നത്. ഇനി നമുക്ക് ഇത്രയും വേരിയബിൾസ് വെച്ച് ഇതിനകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുള്ള സാധനങ്ങൾ എടുത്തെഴുതാം. തന്നിട്ടുള്ള എന്തൊക്കെയാണ്? എക്സ് ബാർ 1570 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ മ്യൂ തന്നിട്ടുണ്ട് 1600, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 120, n 100, ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കണം.
കാരണം നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് എന്താവശ്യമുണ്ട്, സ്റ്റാൻഡേർഡ് എറർ ആവശ്യമുണ്ട്. കാരണം ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ ആണ് നമ്മുടെ ഇക്വേഷൻ. സോ സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് n ആണ്. നമ്മൾ തൊട്ട് മുന്നേ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ പഠിച്ച സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് 120 നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 120/n എന്ന് പറയുന്നത് എത്രയാണ്? n 100 അപ്പോൾ റൂട്ട് 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 120 ഡിവൈഡഡ് ബൈ റൂട്ട് 100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? സ്റ്റാൻഡേർഡ് എറർ 12 കിട്ടും. ഇതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയുന്നത് 1570 ആണെന്ന് നമുക്കറിയാം. 1570 മൈനസ് മ്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1600 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ നമ്മളിപ്പം കണ്ടുപിടിച്ചു 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെറ്റ് വാല്യൂ കിട്ടും. 2.5 ആണ് സെറ്റ് വാല്യൂ. ഇനി നമുക്കറിയാം സെറ്റിൻ്റെ 0.05 സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 1.96 ആയിരിക്കും. കാരണം 0.05 ആണെങ്കിൽ ഒന്നും നോക്കണ്ട, 1.96 ആയിരിക്കും. അല്ലാത്ത പക്ഷമാണ് ടേബിൾ വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണെന്ന്. നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും അതൊക്കെ തന്നെ ചോദിക്കുള്ളൂ. ഇനി നമുക്ക് എന്താ പറയുക, നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, ഈ ഒരു 1.96. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ പോലെ എഴുതാം. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് 2.5 ആണ്. നമ്മുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. സോ എന്താണ്, കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണ്. സോ ഈ ഒരു ഹൈപ്പോത്തസിസ് നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഈ ഒരു ക്ലെയിം, കമ്പനീൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് വാലിഡ് അല്ല, 1600 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ടെസ്റ്റുകളിൽ നമുക്ക് ആദ്യം വരുന്ന ടെസ്റ്റ്, സെറ്റ് ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ടെസ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെറ്റ് ടെസ്റ്റ് തന്നാൽ ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക. സെറ്റ് ടെസ്റ്റിൻ്റെ ഇക്വേഷൻ ഓർമ്മിക്കുക. എന്നിനനുസരിച്ചിട്ടാണ് ഏത് ടെസ്റ്റാണെന്ന് നോക്കുക. 30ൽ കൂടുതലാണെങ്കിൽ സെറ്റ് ടെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ റൂട്ട് n വെച്ചിട്ട് സ്റ്റാൻഡേർഡ് എറർ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. എന്നിട്ട് നമ്മൾ റിജക്റ്റ് ആണോ ആക്സെപ്റ്റബിൾ ആണോ എന്ന് കൺക്ലൂഷനും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെറ്റ് ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് സെറ്റ് ടെസ്റ്റിന് തന്നെ വേറൊരു രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എക്സ് വാല്യൂ ഡയറക്റ്റ് തരാതെ നമ്മൾ മീൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താ പറയുക സെറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു രീതിയും എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. നോക്കുക. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഒബ്റ്റെയിൻ ഫ്രം എ സാമ്പിൾ ഓഫ് 1000 പേഴ്സൺ കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ മീൻ if the average of the population were 42, test the reliability of the sample. ഇതിനകത്ത് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ഏർണിങ്സും നമ്പർ ഓഫ് പേഴ്സൺസും ആണ് തന്നിട്ടുള്ളത്. അതായത് എക്സ് വാല്യൂ കറക്റ്റായിട്ട് തന്നിട്ടില്ല, ഏർണിങ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഏർണിങ്സ് എങ്ങനെയാണ്? ക്ലാസ് ഇൻ്റർവെൽ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് ഡിസ്ക്രീറ്റ് സീരീസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. ഇങ്ങനെ ഇത്രയും ക്ലാസ് ഇൻ്റർവെല്ലും ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ എത്ര ആളുകൾ വരുന്നു എന്നുള്ള നമ്പർ ഓഫ് പേഴ്സൺസുമാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മീൻ ഡീവിയേഷൻ ചെയ്യണം. നമുക്ക് എക്സ് വാല്യൂസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡിൽ വാല്യൂ ആയിരിക്കും എക്സ് വാല്യൂ. അതായത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 0 to 10 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ എക്സ് വാല്യൂ 5 ആയിരിക്കും. സെക്കൻഡ് 10 to 20 ആയതുകൊണ്ട് 15. അങ്ങനെ 25, 35, 45 എന്നുള്ള രീതിക്ക് നമ്മൾ 75 വരെ എന്ത് ചെയ്യും? ക്ലാസ് ഇൻ്റർവെല്ല് നമ്മൾ എഴുതും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എഫ് ആണ്, ഫ്രീക്വൻസി. എഫ് വാല്യൂ എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് പേഴ്സൺസ് ആയിരിക്കും. നിങ്ങൾ ഡിഗ്രിക്ക് സീരീസ് പഠിച്ചവർക്ക് അറിയാം, ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തവർക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. എഫ് വാല്യൂസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിന്നാണ് കിട്ടുന്നത്, നമ്പർ ഓഫ് പേഴ്സൺസ് എന്നുള്ള അതിനകത്ത് നിന്നാണ് നമുക്ക് എക്സ് വാല്യൂസ് കിട്ടുന്നത്. ഇനി നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ ഒരു മുന്നോട്ടേക്ക് ചെയ്യാൻ പോകണം. നമ്മളെ കോളം ഒന്ന് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ വേണം, പിന്നെ എഫ് എക്സ് വേണം, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ. നിങ്ങൾക്കറിയാം ഇത് ഇക്വേഷൻ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എക്സ് ബാർ ഈ എക്സിനെല്ലാം കൂടെ കൂട്ടിയിട്ട് ഈ ഒരു എന്താ പറയുക എക്സ് ബാർ എന്നോട്ട് ഇതാക്കിയിട്ട് നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏകദേശം മിഡിലുള്ളൊരു വാല്യൂവിനെ നമ്മൾ എന്താക്കി എടുക്കുകയാണ്? എക്സ് ബാർ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് ഓരോ എക്സ് വാല്യൂന്നും 45 കുറച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുതിയ വാല്യൂസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓരോ എക്സ് വാല്യൂന്നും 45 കുറച്ചാൽ -40, -30 ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നോക്കുക. ഈ ഒരു എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഈ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണ്.
അപ്പോൾ നമുക്ക് 40ൻ്റെ സ്ക്വയർ 1600, -30ൻ്റെ സ്ക്വയർ 900, 20ൻ്റെ 400, 10ൻ്റെ 100, 0ൻ്റെ 0, 10ൻ്റെ 100, 20ൻ്റെ 400, 30ൻ്റെ 900 ഇങ്ങനെ കിട്ടും. ഇതിന് നമ്മൾ ടോട്ടൽ ചെയ്ത് എഴുതി വെക്കുക. ഇനി അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കോളം FX ആണ്. അടുത്ത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കോളം എന്ന് പറയുന്നത് FX ആണ്. FX കിട്ടാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് X വാല്യൂ അറിയാം, Fൻ്റെ വാല്യൂയും അറിയാം. ഈ Fഉം Xഉം കൂടെ ഇൻറ്റു ചെയ്യുന്നതാണ് എന്ത് FX എന്ന് പറയുന്നത്. 5 × 50 250 ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ FXൻ്റെയും F × X-X⁻² ടോട്ടൽ കണ്ടു. ഇനി നമുക്ക് എന്താ പറയുക, മീൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് FXൻ്റെ ടോട്ടൽ അറിയാം. 41,000 ഡിവൈഡഡ് ബൈ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1000 ആണ് സാമ്പിൾ എന്ന് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 41,000 ബൈ 1000 ചെയ്താൽ നമുക്ക് 41 കിട്ടി. അതാണ് എന്ത് വരുന്നത്, മീൻ വരുന്നത്. നമുക്ക് FXൻ്റെ ടോട്ടൽ ബൈ N മതി മീൻ കിട്ടാൻ വേണ്ടിയിട്ട്. F × X-X⁻² നമ്മൾ പഴയ രീതിക്ക് ചെയ്തപ്പം ചെയ്തു വെച്ചെന്നുള്ളൂ. നമുക്ക് മെയിനായിട്ട് FX ബൈ N ആണ് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്, ഈ F × X-X² എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായല്ലോ, നമുക്ക് മീനിലേക്ക് ഇത് ആവശ്യമില്ല. നമ്മളിത് കണ്ടുപിടിച്ചത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നമുക്കിതാ നേരെ ആ ഒരു ആൻസർ ഇവിടെ കൊണ്ടുവന്ന് എഴുതിയാൽ മതി. ഇതാ F × X-X². അതിൻ്റെ ആൻസർ 39,000 ആണ്. 3,90,000 ആണ്. സോറി മാറിപ്പോയതാണ്. 3,90,000 ആണ്. ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് 1000 ആണ്. √3,90,000 ഡിവൈഡഡ് ബൈ 1000. അതിൻ്റെ ആൻസർ പറയുന്നത് 19.75. അതാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ √n ചെയ്താൽ മതി. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു 19.75 ഡിവൈഡഡ് ബൈ √n എന്ന് പറയുന്നത് 1000 ആണെന്ന് നമുക്കറിയാം. √1000 ചെയ്താൽ 0.624 കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് എറർ. നമുക്കറിയാം 100ൽ കൂടുതലാണ് സാമ്പിൾ സൈസ് 1000 ആണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് സെറ്റ് ടെസ്റ്റ് ആണ്. സെറ്റ് ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് X⁻/μ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഇത് ഡയറക്റ്റ് നമ്മൾ എന്തിലേക്ക് അപ്ലൈ ചെയ്യുക, ഇക്വേഷനിലേക്ക്. ഇതാ X⁻41 മൈനസ് μ 42 ക്വസ്റ്റ്യനിലുണ്ട്. 42 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ 0.624. ഇത്രയും സാധനങ്ങൾ ഈ ഇക്വേഷനിലേക്ക് ഇട്ടാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.60 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട വാല്യൂവിനെക്കാട്ടിയും എന്താണ് കുറവാണ്. സോ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്സെപ്റ്റബിൾ ആണ്. ഇതാണ് സെറ്റ് ടെസ്റ്റിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ തന്നുകൊണ്ട് ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഈ ഒരു ക്ലാസ് ഇൻ്റർവെൽ വരുന്നത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒട്ടും സ്കിപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് തന്നെ നോക്കുക. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെറ്റ് ടെസ്റ്റ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടി ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. സെറ്റ് ടെസ്റ്റ് ആണ് കൂടുതലായിട്ടും ചോദിക്കുക എന്ന് കരുതി നമുക്ക് ടി ടെസ്റ്റിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ടി ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറഞ്ഞേക്കാം വീഡിയോയിൽ. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. സെറ്റാണ് കൂടുതലും ചോദിക്കാറ്. ഇനിയിപ്പോൾ അവർക്കൊരു മാറ്റം വേണമെന്ന് തോന്നി ടി ടെസ്റ്റ് ഇട്ടാലും നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ആവറേജ് ലൈഫ് ഓഫ് 26 ഐറ്റംസ് വേർ ഫൗണ്ട് ടു ബി 1200 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 150. ടെസ്റ്റ് വെദർ ദ സാമ്പിൾസ് കുഡ് ബി കൺസിഡേർഡ് ആസ് എ റാൻഡം സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ 1300. ഇതിനകത്ത് നമുക്ക് N തന്നിട്ടുണ്ട് 26 ആണ്. മീൻ തന്നിട്ടുണ്ട് 1200. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 150 തന്നിട്ടുണ്ട്. മ്യൂ തന്നിട്ടുള്ളത് 1300 ആണ്. അപ്പോൾ ടി ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക, N നമ്പർ ഓഫ് ഐറ്റം എന്ന് പറയുന്നത് 26 ആണ്. 30ൽ കുറവാണെങ്കിൽ ടി ടെസ്റ്റ്, 30ൽ കൂടുതലാണെങ്കിൽ സെറ്റ് ടെസ്റ്റും ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞു. അപ്പോൾ ഇവിടെ 30ൽ കുറവാണ്. സോ സാമ്പിൾ സൈസ് <30 ആയതുകൊണ്ട് നമ്മൾ എന്താണ്, സ്മോൾ പോപ്പുലേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം, ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് H0 is equal to mu equal to 1300, mu not equal to 1300. ഇത് രണ്ടുമാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് വരുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വരുന്നത് ടീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം X⁻- μ സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷനിലാണ് മാറ്റം വരിക. നേരത്തെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് വരിക. നേരത്തെയൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ √n മാത്രമായിരുന്നു. ടി ടെസ്റ്റിലേക്ക് വരുമ്പോൾ √n-1 വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 150 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. √n 26 ആണ്, -1. അപ്പോൾ 150 ബൈ
റൂട്ട് 25 വരും. 30 ആണ് ആൻസർ വരിക. ഇനി നമുക്ക് ടി ടെസ്റ്റിലേക്ക് ഈ വാല്യൂസ് കൊണ്ടുപോയിട്ട് ഇട്ടാൽ മതി. നമുക്കറിയാം എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ എന്ന് പറയുന്നത് 1200 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 1300 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ റൂട്ട് എന്താ പറയുക, നമ്മുടെ ഇക്വേഷനിൽ വരുന്നത് സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് എറർ 30 ആണ്. ആ 30 കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് ടീൻ്റെ ആൻസർ കിട്ടുന്നത് 3.3 ആണ്. സൈന് കുഴപ്പമില്ല, നോക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണെന്ന് അറിയാം. അപ്പം ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടെ നമ്മൾ ജസ്റ്റ് നോക്കുക, കാരണം അത് ടേബിൾ വാല്യൂ ആണ്. ടേബിൾ വാല്യൂ അപ്പോൾ നമ്മൾ 25ൽ 0.05 ആണ് നോക്കേണ്ടത്. 2.060 വരും. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ വാല്യൂവിനെക്കാട്ടി എന്താണ്, കൂടുതലാണ്. സോ നമ്മൾ ഈ ഒരു ഹൈപ്പോത്തസിസ് എന്താ ചെയ്യേണ്ടത്, റിജക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയിട്ടുള്ളൂ. എനിക്കറിയാം വളരെ ക്ലിയർ ആയിട്ട് ഞാനിത് പറഞ്ഞിട്ടില്ല, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എസ് എ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നമ്മൾ സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, മറ്റേ ഇൻ്റർവെല്ല്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് കൂടാതെ പിന്നെ പാർട്ട് സിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് റിഗ്രഷൻ ഇക്വേഷൻ, കൊറിലേഷൻ ഇക്വേഷൻ, കൈ സ്ക്വയർ, അനോവ. സെറ്റ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്, അത് തിയറി ആയിട്ട് ചോദിക്കുന്നതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ഫിറ്റിംഗ് തിയറിയാണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൂൾസ് ഫോർ അനാലിസിസ് അവൈലബിൾ ഇൻ SPSS, ഇത് 3 തിയറിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു എസ് എ തിയറി ക്വസ്റ്റ്യനും കൂടെ ഉൾക്കൊള്ളിക്കാമെന്ന് കരുതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അനോവ, റിഗ്രഷൻ, കൊറിലേഷനൊക്കെ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ തന്നെ റിഗ്രഷനോ കൊറിലേഷനോ പറ്റുകയാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം. നമുക്ക് എന്തായാലും തിയറി ഒരു ക്വസ്റ്റ്യൻ എസ് എ കൂടെ നോക്കാം. ഇതാണ് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ തിയറി. അപ്പം പ്രോബ്ലം പഠിച്ചിട്ട് പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തായാലും തിയറി പാർട്ടും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് തന്നെ പോകണം. തിയറിയിൽ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ വിചാരിക്കും സാധാരണ നമ്മൾ എസ് എക്ക് 3, 4, 5 പേജൊക്കെ വാരി വലിച്ച് എഴുതാറുണ്ട്. എന്നാൽ ഒരു പ്രോബ്ലം പേപ്പറിൻ്റെ തിയറി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പോയിൻറ്റ്സ് തന്നെ എഴുതാനുണ്ടാവുള്ളൂ. ടെക്സ്റ്റിൽ വരെ പ്രോപ്പർട്ടീസ് ആയിട്ട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നമുക്ക് എഴുതാനുണ്ടാവില്ല. സോ ഇത്രയും പോയിൻറ്റ്സിൽ ഒരു 10-12 പോയിൻ്റെങ്കിലും കാണാതെ പഠിച്ചേക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കുക. പ്രോബ്ലം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും തിയറി എഴുതി മാർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് സാരം. അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയുന്നത്, നോർമൽ കർവ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് കർവ് ആയിരിക്കും. അതിൻ്റെ ഫോട്ടോ നമുക്കറിയാം. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കർവായിട്ടാണ് നോർമൽ കർവ് പറയുന്നത്. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്പാണ്. ഇതാണ് ഒരു ബെൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ബെൽ ഷേപ്പിലാണ് ഈ ഒരു കർവ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ആ ഷേപ്പൊക്കെ വരച്ച് വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കുറച്ചും കൂടെ നിങ്ങളതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്ത് എഴുതുക. നോർമൽ കർവ് ഈസ് സിമ്മട്രിക് അബൌട്ട് ദ മീൻ. അതായത് മീനുമായിട്ട് സിമ്മട്രിക് ആയിരിക്കും. മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഈസ് മാക്സിമം അറ്റ് ദ മീൻ. മീനിലായിരിക്കും ഈ ഒരു കർവിൻ്റെ ഹൈറ്റ് ഏറ്റവും മാക്സിമത്തിൽ പോകുന്നത്. ദർ ഈസ് ഓൺലി വൺ മാക്സിമം പോയിൻറ്റ് വിച്ച് ഒക്കർ അറ്റ് ദ മീൻ. മീൻ വരുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ദ നോർമൽ കർവ് ഈസ് യൂണി മോഡൽ. അതായത് ഓൺലി 1 മോഡ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. ബാക്കി ഓഡ് മൊമെൻറ്റ്സിൻ്റെ കാര്യം പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീസോക്യൂട്ടിക് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ് ആക്സിസിൻ്റെ താഴേക്ക് ഈ കർവിൻ്റെ ഒരു ഭാഗവും പോവില്ല. നോ പോർഷൻ ഓഫ് ദ കർവ് ലൈസ് ബിലോ എക്സ് ആക്സിസ്. ആ ഒരു പോയിൻറ്റും കൂടെ ഓർക്കുക. ഇത്രയും പോയിൻറ്റ്സ് നോക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും കൂടെ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. എസ് എ ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്ത് എഴുതാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രോപ്പർട്ടീസ് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് തിയറി ആണെങ്കിലും അത് കാണാണ്ട് പഠിക്കാൻ. മാക്സിമം പ്രോബ്ലം ചെയ്യാൻ നോക്കുക. പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് വേഗം മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മാത്രം തിയറിയിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഈ ഒരു ക്യൂട്ടീൻ്റെ എക്സാമിന് എല്ലാ വർഷവും മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കൊറിലേഷനും റിഗ്രഷനും. ഒരു വർഷം കൊറിലേഷൻ ചോദിച്ചാൽ അടുത്ത വർഷം റിഗ്രഷൻ ആയിരിക്കും ചോദിക്കുക. രണ്ടും കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിച്ച് ചോദിച്ചു കാണാറില്ല. എന്നാൽ അതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ക്യൂട്ടിയിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചതാണ്. നമ്മൾ ന്യൂമറിക്കൽ സ്കില്ലിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്, കൊറിലേഷനും റിഗ്രഷനും എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കൊറിലേഷൻ്റെ ക്വസ്റ്റ്യനും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക. റിഗ്രഷൻ, അനോവ, അതുപോലെ തന്നെ കൈ സ്ക്വയർ,
ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊറിലേഷൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് കൊറിലേഷൻ ആൻഡ് പ്രോബ്ലം എറർ. കോയിഫിഷ്യൻ്റ് ഓഫ് കൊറിലേഷനും പ്രോബ്ലം എററും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത് തന്നിട്ടുള്ള ഡാറ്റയെന്ന്. എക്സും വൈയും തന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്, വൈൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്. കാൾ പിയേഴ്സൺ കോയിഫിഷ്യൻ്റ് ഓഫ് കൊറിലേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ് വാല്യൂസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വൈ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തന്നിട്ടുള്ള എക്സ് വാല്യൂസ് എടുത്ത് എഴുതുക, വൈ വാല്യൂസ് എടുത്ത് എഴുതുക, അതിൻ്റെ രണ്ടിൻ്റെ എന്ത് എഴുതി വെക്കുക, ടോട്ടൽ എഴുതി വെക്കുക. അടുത്ത കോളായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത് എക്സ് വൈ ആണ്. എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ടൊരു കോളം, പിന്നെ എക്സിൻ്റെ ഒരു സ്ക്വയറും വൈൻ്റെ ഒരു സ്ക്വയറും. ഡിഗ്രിക്ക് പഠിച്ച ആളുകൾക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങളൊന്ന് ഓർത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കോളം എക്സ് വൈ ഉണ്ടാക്കുക. അപ്പോൾ എക്സ് വൈയിൽ എങ്ങനെ ആൻസർ വരിക, എക്സ് ഇൻറ്റു വൈ 13 ഇൻറ്റു 39 507, 14 ഇൻറ്റു 41 574. ഈ രീതിയിൽ ഈ കോളം നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം ഫില്ല് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ എടുത്ത് എഴുതുക. പിന്നെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു കോളം, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞുള്ള കോളത്തിൽ എന്താ വരിക, എക്സ് വാല്യൂസിൻ്റെ സ്ക്വയർ, 13ൻ്റെ സ്ക്വയർ 169, 14ൻ്റെ സ്ക്വയർ 196, 15ൻ്റെ സ്ക്വയർ 225. ഈ രീതിക്ക് എക്സിൻ്റെ സ്ക്വയർ എഴുതുക, അതിൻ്റെ ടോട്ടൽ എഴുതുക. പിന്നെ വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം നമ്മൾ ഇതുപോലെ തന്നെ ഫോം ചെയ്യുക. വൈ 39, 39ൻ്റെ സ്ക്വയർ 1521, 41ൻ്റെ സ്ക്വയർ 168, 1681. ഈ രീതിയിൽ നമ്മൾ എന്ത് എഴുതുക, വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള കോളം എഴുതുക, അതിൻ്റെ ടോട്ടൽ എഴുതുക. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു, എക്സും വൈയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ എഴുതി, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എഴുതി, വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ എഴുതി, എക്സ് വൈൻ്റെ ടോട്ടൽ എഴുതി. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് കൊറിലേഷൻ കണ്ടുപിടിക്കുമ്പം ചെയ്ത് വെക്കുക. ദെൻ നമ്മളുടെ കൊറിലേഷൻ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഒരു പണിയില്ല, നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ അപ്പുറത്ത് കണ്ടുവച്ചിട്ടുണ്ട്, അതിവിടേക്ക് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. നമുക്ക് n 9 ആണെന്നറിയാം. അപ്പോൾ 9 ഇൻറ്റു എൻ സിഗ്മ എക്സ് വൈ എത്രയാണ് നമ്മൾ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, തൊട്ട് മുന്നത്തെ പേജിൽ ഇതാ സിഗ്മ എക്സ് വൈ 6627. ഈ 6627 നമ്മൾ ഇവിടെ എഴുതേണ്ടത്. മൈനസ് സിഗ്മ എക്സിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ, ഇതാ എക്സിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് 153. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. സിഗ്മ വൈൻ്റെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, ഇതാ വൈൻ്റെ ടോട്ടൽ 384. അത് നമ്മൾ എഴുതുക. ഡിവൈഡഡ് ബൈ n 9 തന്നെ ബ്രാക്കറ്റിൽ സിഗ്മ എക്സ് സ്ക്വയർ 2661 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ 153 സിഗ്മ എക്സ് എന്ന് പറയുന്നത്, ഇതാ അതിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, റൂട്ട് ഇൻറ്റു n എന്ന് പറയുന്നത് വീണ്ടും 9 ആണ്. സിഗ്മ വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, ഇതാണ് 16732 മൈനസ് സിഗ്മ വൈ നമുക്ക് എത്രയാണെന്ന് അറിയാം, 384 ആണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആർ വാല്യൂ ആണ് 0.685. ഇതാണ് എന്ത്, ആറിൻ്റെ വാല്യൂ, നമ്മുടെ കൊറിലേഷൻ ഇക്വേഷനിലെ ആറിൻ്റെ വാല്യൂ. എന്നിട്ട് നമ്മൾ ഇത് എവിടെ കൊണ്ടുപോയി ഇടുകയാണ്, നമ്മുടെ ഇക്വേഷനിൽ ഈ ഒരു നമ്മുടെ പ്രോബബിൾ എറർ കാണാനുള്ള ഇക്വേഷനിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യാണ്. പ്രോബബിൾ എററിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു ആർ വാല്യൂ ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 10 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ആർ വാല്യൂ കൂടെ എഴുതിയിട്ട് റൂട്ട് 10 വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പം കിട്ടുന്ന ആൻസർ ആണ് എന്ത്, പ്രോബബിൾ എറർ. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊറിലേഷൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഈ ഒരു കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കൊറിലേഷൻ മെത്തേഡ് ആണ് നോർമലി ചോദിക്കാറ്. പിന്നെ റാങ്ക് കൊറിലേഷൻ, ചില കേസിൽ ഇതുപോലെ റാങ്ക് വന്നിട്ട് റാങ്ക് കൊറിലേഷൻ ചോദിക്കാറുണ്ട്. റാങ്ക് കൊറിലേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റാങ്ക് കൊറിലേഷൻ ഡിസ്കസ് ചെയ്യും. അനോവ, കൈ സ്ക്വയർ, സൈൻ ടെസ്റ്റ് തുടങ്ങി പിന്നെ റിഗ്രഷൻ തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടോ ഇല്ലേന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാം. മുന്നോട്ടേക്ക് നമ്മുടെ ചാനലിൽ എല്ലാ പേപ്പറിൻ്റെയും എംകോമിൻ്റെ എല്ലാ സെമിസ്റ്ററിലെ എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.